വേദനകളെ ഒന്നൊഴിയാതെ ദൈവസന്നിധിയിൽ നറുപുഷ്പങ്ങളായി കാഴ്ചയർപ്പിക്കുന്ന ജോംസിയുടെ ജീവിതത്തിൽ സഹനങ്ങൾ ആരംഭിക്കുന്നത് ജന്മനാൽ തന്നെയാണ്. ജനിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അകാരണമായി ഭാരം വർദ്ധിക്കുന്ന അജ്ഞാത രോഗം, അതായിരുന്നു തുടക്കം. തുടർന്ന് 13-ാം വയസ്സിൽ നിയന്ത്രണാതീതമായ പ്രത്യേകതരം പ്രമേഹ രോഗം, തുടർന്ന് സ്വാഭാവികമായി ശ്വസിക്കാനാവാത്ത അവസ്ഥ, വൃക്കരോഗം, കാഴ്ച കുറയുന്ന അവസ്ഥ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത സഹനങ്ങൾ. എന്നാൽ ദൈവം തന്ന അനേകം താലന്തുകളെ ജീവിതത്തിൽ ദർശിക്കുന്ന ഇവൾ നിമിഷങ്ങൾ പോലും പാഴാക്കാതെ പ്രാർത്ഥനയിലും തനിക്കാവുന്ന ഏറെ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ദൈവവിശ്വാസം നഷ്ടപ്പെട്ട ഒരു സമയത്ത് ഒത്തിരി പരാതി, ദൈവത്തെ പഴിച്ച അനുഭവങ്ങൾ വരെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. നമ്മുടെ സങ്കടങ്ങളുമുണ്ട്. ശരീരഭാരം വർദ്ധിച്ച അവസ്ഥയിലൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് തന്നെ ഏറ്റു നടക്കാൻ അസ്വസ്ഥത തോന്നുമ്പോൾ അപ്പോൾ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമായിരുന്നു. കാരണം തേയ്മാനത്തിൻ്റെ വേദന, മുട്ടിനൊക്കെ അനുഭവപ്പെടുന്നു. പിന്നെ ഇപ്പം 1 വർഷത്തോളമായി ഓക്സിജൻ, എൻ്റെ ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥ, 13 വയസ്സ് തൊട്ട് ഉള്ള ഡയബറ്റിക് രോഗം, പിന്നെ അതോടെ അടുത്ത് രക്തസമ്മർദ്ദം, ഇപ്പോൾ കിഡ്നിക്ക് ചെറിയ കംപ്ലൈൻറ്റുകൾ ആരംഭിച്ചത്, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ. അതിലുപരി പപ്പയ്ക്കും കൂടെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ എനിക്ക് തുടർന്ന് പഠിക്കാനും തുല്യതാ പരീക്ഷ എഴുതിയെടുക്കാനും ഒന്നും കഴിയാതെ വന്ന അവസ്ഥ എല്ലാം കൂടി ആയപ്പം, ആ ഒരു കാലഘട്ടത്തിൽ എല്ലാം കൂടി ആയപ്പം എനിക്കൊത്തിരി ദൈവത്തോടൊക്കെ ദേഷ്യം അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ ദൈവവിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതെല്ലാം സന്തോഷമായിട്ട് സഹിക്കുന്നത്. ഞാൻ ദൈവത്തോട് ഈശോയോട് രോഗസൗഖ്യത്തിന് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. ഒരു നിമിഷം അങ്ങനെ ചിന്തിച്ചാലും ഈശോയോട് പറഞ്ഞാലും ഞാൻ പിന്നെ അത് പ്രാർത്ഥിക്കാതിരിക്കാറാണ് പതിവ്. കാരണം സഹനം കുറഞ്ഞു പോകുമോയെന്ന് ഉള്ള ഒരു അസ്വസ്ഥത അന്നേരം അനുഭവപ്പെടും. അതുകൊണ്ട് തന്ന സഹനങ്ങളെല്ലാം സന്തോഷത്തോടെ ദൈവത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്, പാപികളുടെ മനസാന്തരത്തിനും വൈദികർക്കും ഒക്കെ വേണ്ടിയിട്ട്.